ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം സംഭവിക്കാം. യുദ്ധം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാന്റെ പിന്നിൽ ഇപ്പോൾ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് തുർക്കിയാണ്. നൂതനമായിട്ടുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിൽ ഇവർ എത്തിച്ച വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ തുർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് ചൈന എന്തൊക്കെ സഹായങ്ങളാണ് പാകിസ്ഥാന് നിലവിൽ കൊടുത്തിരിക്കുന്നതെന്ന് പരിശോധിക്കാം. ചൈനീസ് നിർമ്മിതമായ SH-15 സെൽഫ് പ്രൊപ്പൽ ഹൊവൈറ്റ്സർ ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ വളരെ അരികിലുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഹൊവൈറ്റ്സർ? ഇത് ഒരു മൊബിലൈസ്ഡ് ആർട്ടിലറിയാണ്. അതായത് നമുക്കിഷ്ടമനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് നീക്കിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന ആർട്ടിലറികൾ അല്ലെങ്കിൽ പീരങ്കികളാണ്. ഏകദേശം 53 കിലോമീറ്റർ അകലെ വരെയുള്ള പ്രദേശങ്ങളിലേക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഈ പീരങ്കി ഉണ്ടകൾക്ക് സാധിക്കും. പാകിസ്ഥാൻ്റെ സമുദ്ര അതിർത്തികളെ ശക്തിപ്പെടുത്താൻ ഹാങ്ങർ ക്ലാസ് സബ്മറീനുകളും ചൈന ഡെലിവറി ചെയ്തിരിക്കുന്നു. ഇതിന് വളരെ കൃത്യമായിട്ട് ടോർപിഡോകളെ വിക്ഷേപിക്കാൻ സാധിക്കും. അതായത് അകലെയുള്ള ഷിപ്പുകളെ, ശത്രുരാജ്യത്തിൻ്റെ ഷിപ്പുകളെ ടോർപിഡോകൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ചില വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ടർക്കിഷ് എയർഫോഴ്സിൻ്റെ 6 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എന്നാണ്. ലാൻഡ് ചെയ്യുകയും മണിക്കൂറുകൾക്ക് ശേഷം അവിടെ നിന്ന് പറന്ന് തുർക്കിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിലൊക്കെ നൂതനമായിട്ടുള്ള വെപ്പണുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അത് വാസ്തവ വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ്. അവർ പറയുന്നത് ഇതിൽ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെയില്ല. മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പല സമയങ്ങളിലും ഇതുപോലെ തുർക്കിഷ് എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ അവിടെ ഇറങ്ങാറുണ്ട്. റീഫ്യൂവൽ ചെയ്തതിന് ശേഷം അവർ മടങ്ങിപ്പോവാറുമുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം തുർക്കിയാണ്. തുർക്കിയുമായിട്ട് ഡിഫൻസ് പരമായിട്ടും ഫൈനാൻഷ്യൽ പരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും ഒരു മികച്ച സൗഹൃദം പാകിസ്ഥാനുണ്ട്. കൂടാതെ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ മൊത്തം ഇറക്കുമതി ചെയ്ത ഡിഫൻസ് സിസ്റ്റത്തിൽ 10% തുർക്കിയുടേതാണ്. 80% ചൈനയുടെ പങ്ക്. ചൈനയിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പുറമെ ചൈനയുടെ സഹായത്താൽ പാകിസ്ഥാനിൽ തന്നെ നൂതനമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുടെയും തുർക്കിയുടെയും നിലവിലുള്ള സംസാര ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവർ നേരിട്ട് ഇന്ത്യയെ ആക്രമിക്കത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ മാത്രമായിരിക്കും അവർ കൊടുക്കുക. പക്ഷേ ചൈനയെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മുൻകാല അനുഭവങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1962 ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്ന അക്സായ് ചിൻ മേഖല ചൈന കയ്യേറുന്നത്. എന്നാൽ അതിനു മുമ്പ് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ചൈന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുമെന്ന്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് പോലും നമ്മൾ ആ കാലഘട്ടത്തിൽ ചൈനയെ കരുതി പോന്നിരുന്നു. ഇന്ത്യക്കെതിരെ മാത്രമല്ല പല രാജ്യങ്ങൾക്കെതിരെയും അവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ബോർഡറിൽ വലിയ രീതിയിലുള്ള സൈന്യത്തിൻ്റെ വിന്യാസം ഉണ്ടാവുകയില്ല. ഇത് ചൈനയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്സായ് ചിൻ മേഖല മാത്രമല്ല സ്വന്തമാക്കേണ്ടത്, അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന മറ്റു പല പ്രദേശങ്ങളും ഇനിയും കയ്യേറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശ് അവരുടെ കീഴിലുള്ള ടിബറ്റിൻ്റെ ഒരു ഭാഗമാണെന്ന് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലും ഒരു കയ്യേറ്റ ശ്രമം നടന്നുകൂടായികയില്ല. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിലേർപ്പെടുന്ന അതേ ഘട്ടത്തിൽ തന്നെ ചൈന ഇന്ത്യക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ സഹായം അത്യാവശ്യമാണ്. പാകിസ്ഥാനുമായിട്ട് നേരിട്ട് നടക്കുന്ന, പാകിസ്ഥാനുമായിട്ട് മാത്രം നടക്കുന്ന ഒരു യുദ്ധത്തിൽ ഒരു രാജ്യത്തിൻ്റെ സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല. അതിപ്പോൾ ആയുധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവർക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ സാമ്പത്തികവും ഡിഫൻസ് പരമായിട്ടുള്ള സഹായങ്ങളും ഇല്ലാതെ ഇന്ത്യയുമായിട്ട് കൊമ്പ് കോർക്കാൻ പോലും സാധിക്കില്ല. 1965 നടന്ന യുദ്ധത്തിൽ $70 മില്യൺ അമേരിക്കൻ ഡോളേഴ്സ് അമേരിക്ക കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇന്ത്യക്കെതിരെ അന്ന് യുദ്ധം ചെയ്യാൻ സാധിച്ചത്. പിന്നീട് നടന്ന പല യുദ്ധങ്ങളിലും അവർക്ക് ബാഹ്യമായിട്ടുള്ള ശക്തികളുടെ പിൻബലമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് മുതിരാൻ പോലും സാധ്യമായത്.
ചൈനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായി മാറിയേക്കാം. അത്തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടാവരുത് എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏത് രാജ്യമായിരിക്കും ആദ്യം ഇന്ത്യയോടൊപ്പം അണിചേരുക? ആദ്യം എത്തിച്ചേരുന്നത് അമേരിക്കയായിരിക്കും. അമേരിക്ക ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് നേരിട്ട് നടക്കുന്ന ഒരു യുദ്ധത്തിൽ ഇടപെടില്ല. അവർ ബാഹ്യമായി നിന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയുക. അല്ലാതെ ഒരിക്കലും അവർ നേരിട്ട് ഈ ഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് ഇടപെടുകയോ അല്ലെങ്കിൽ ആയുധ സഹായങ്ങൾ നൽകുകയോ ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ ചൈന ഈ ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയും എത്തിച്ചേരുന്നതാണ്. നിലവിൽ അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാവസായിക സാമ്പത്തിക യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഉറപ്പായും ഇന്ത്യയോടൊപ്പം അണിചേരുന്നതാണ്. പാകിസ്ഥാന് ചൈനയുമായിട്ട് എത്രമാത്രം സൗഹൃദമുണ്ടോ അതേ രീതിയിൽ തന്നെ സൗഹൃദമുള്ള മറ്റൊരു സൈനിക ശക്തി ഇന്ത്യക്കുണ്ട്. അത് ഇസ്രയേലാണ്. വർഷങ്ങളായിട്ട് തന്നെ സാമ്പത്തികമായിട്ടും പ്രത്യേകിച്ചും സൈനികപരമായിട്ടും വലിയ രീതിയിലുള്ളൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തിടെ പലസ്തീനുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ മറ്റ് പല രാജ്യങ്ങളും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എല്ലാ ഘട്ടങ്ങളിലും ഇന്ത്യയോടൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെതിരെ നടത്താൻ പോകുന്ന യുദ്ധം അത് തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധമാണ്. അത്തരത്തിലുള്ള യുദ്ധങ്ങളെ എല്ലാ കാലഘട്ടങ്ങളിലും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ അനവധി ആയുധങ്ങൾ നമ്മൾ ഈ ഘട്ടങ്ങളിൽ പോലും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യ പ്രധാനമായിട്ടും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇസ്രയേലിൽ നിന്നുമാണ്. ഇസ്രയേൽ കഴിഞ്ഞാൽ ഇന്ത്യയോടൊപ്പം അണിചേരാൻ സാധ്യതയുള്ള രാജ്യം റഷ്യയാണ്. റഷ്യയുമായിട്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സൗഹൃദ ബന്ധമല്ല. റഷ്യ മുൻപ് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ സൗഹൃദ ബന്ധമുണ്ട്. ഒരേ ഒരു ഇന്ത്യക്കാരന് മാത്രമാണ് ബഹിരാകാശത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരൻ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ വംശജൻ എന്നല്ല. ആ ഇന്ത്യക്കാരനെ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്ന കാലഘട്ടത്തിൽ മിക്ക രാജ്യങ്ങളും റഷ്യക്കെതിരെ തിരിഞ്ഞതാണ്. അവർക്കെതിരെ ട്രേഡ് ബാനുകൾ പോലും നടത്തിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ബാനുകളിലേക്ക് കടക്കാതെ അവരുമായിട്ട് ട്രേഡുകൾ നടത്തി മികച്ച സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ച ചുരുക്കം ചില രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ റഷ്യയ്ക്ക് ഒരിക്കലും കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. അവർ എന്തായാലും ഇന്ത്യയോടൊപ്പം അണിചേരുന്നതാണ്. മറ്റൊരു രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസുമായിട്ട് വളരെ മികച്ച ഒരു സൗഹൃദ ബന്ധം ഇന്ത്യക്കുണ്ട്. ഫ്രാൻസും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനും പാകിസ്ഥാനും തമ്മിൽ പല ഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരുടെ അതിർത്തി മേഖലകളിൽ നടക്കുന്ന കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നത്. ഇറാൻ്റെ അതിർത്തി മേഖലയിലാണ് കലാപം നടക്കുന്നതെങ്കിൽ ഇറാൻ അത് കുറ്റപ്പെടുത്തുക പാകിസ്ഥാനെ ആയിരിക്കും. ഇനി പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലയിലാണ് എന്തെങ്കിലും കലാപങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ തീവ്രവാദ ശ്രമങ്ങൾ നടക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ഇറാനെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇറാൻ ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുമെന്നും പറയാൻ സാധിക്കില്ല. ഇറാൻ ന്യൂട്രലായിട്ട് നിൽക്കാനാണ് സാധ്യതയുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനല്ല, അത് ഇസ്രയേലാണ്. ഇസ്രയേൽ ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ ഒരിക്കലും ഇറാൻ താല്പര്യപ്പെടില്ല. കൂടാതെ പാകിസ്ഥാനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനും അവർ മുതിരുന്നതല്ല. പാകിസ്ഥാനുമായി വളരെ അടുത്ത സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഖത്തറും. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും പാകിസ്ഥാനെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. യുദ്ധം കുറേയധികം ദിവസങ്ങൾ നീണ്ടു പോകുമ്പോഴേക്കും സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും വേട്ടയാടുന്നതാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ തളർത്താൻ പോകുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനെയാണ്. ആ ഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാൻ ഖത്തറും സൗദി അറേബ്യയും ഉണ്ടായിരിക്കും. യുദ്ധം നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ യുദ്ധം നടന്നാലും അത് എത്ര നാൾ നീണ്ടുപോയാലും കാശ്മീരിനെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ പാകിസ്ഥാനോ ഇന്ത്യക്കോ സാധിക്കുന്നതല്ല. നിലവിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാശ്മീർ പ്രദേശമുണ്ട്, അതുപോലെ പാക് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള കാശ്മീർ പ്രദേശവുമുണ്ട്. ഈ മേഖല വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന യുദ്ധ സാഹചര്യം മാത്രമല്ല, അതിനു പുറമേ ഉള്ള അവിടുത്തെ ടെറൈൻ്റെ പ്രത്യേകതയാണ്.
വളരെയധികം കുന്നും മലകളുമൊക്കെ അടങ്ങിയിട്ടുള്ള യാത്ര ചെയ്യാൻ തന്നെ വളരെ പ്രയാസമുള്ള ഒരു മേഖലയാണ്. കാലാവസ്ഥയും ഒട്ടും അനുകൂലമല്ല ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ എത്ര ദുർബലമായിട്ടുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ എങ്കിൽ പോലും ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ടൊന്നും കാശ്മീർ പിടിച്ചടക്കാൻ സാധിക്കുന്നതല്ല. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും. ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നതിൽ എന്നും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ്. ഓരോ ഘട്ടവും ഓരോ യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ത്യ വളരെയധികം പിന്നോക്കം പോവുകയാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാകണ്ട എന്നല്ല, കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് കൊടുക്കണം. എന്നാൽ അത് ബലാക്കോട്ടിൽ നടന്നതുപോലെയുള്ള ഒരു യുദ്ധമായിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാന് ഒരു കനത്ത പ്രഹരം കൊടുക്കണം, പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രഹരം നടന്നിട്ടില്ല, ഞങ്ങൾക്കൊരു നാശനഷ്ടവും ഇല്ല എന്ന് മുമ്പ് പറഞ്ഞതുപോലുള്ള ഒരു കളവ് പറഞ്ഞ് യുദ്ധത്തിൽ നിന്നും പാകിസ്ഥാൻ ഒളിച്ചോടുന്നതാണ് ഒരേ സമയം പാകിസ്ഥാനും ഇന്ത്യക്കും നല്ലത്. എത്ര വലിയ യുദ്ധം നടന്നാലും സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞാലും ഓരോ രാജ്യങ്ങൾക്കും വീണ്ടും അവരുടെ വിജയപാതയിലേക്ക്, വികസന പാതയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. അതിനവരെ സഹായിക്കുന്നത് ആ രാജ്യത്തെ വിദ്യാഭ്യാസമാണ്. രാജ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വ്യക്തികളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. മികച്ച വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉയരത്തിലും എത്തപ്പെടാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ഓർമ്മശക്തിയാണെങ്കിൽ ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആ മെമ്മറി ട്രിക്കുകളിലൂടെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ഓർമ്മയിൽ വർഷങ്ങളോളം സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ മെമ്മറി ട്രിക്കുകൾ അന്വേഷിച്ച് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇത് നിങ്ങൾക്ക് ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക.